ആറൽ നിതിൻ രാജിന്റെ മരണത്തിൽ നിർണായകമായ CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടി. പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്ന് നിതിൻ രാജ് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസിന് കിട്ടിയിരിക്കുന്നത്. നിതിൻ രാജ് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുന്ന കണ്ടെന്ന് ദൃക്സാക്ഷികളുടെ മൊഴിയും പോലീസിന് കിട്ടി. അജീഷ് ജയകുമാർ വീണ്ടും ചേരുന്നു. അജീഷ്, യഥാർത്ഥത്തിൽ നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണല്ലോ അത്. കാര്യം അയാൾക്ക് ഷോക്കേൽക്കുന്ന എന്തോ കാര്യമുണ്ടായി എന്നല്ലേ ഈ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി എന്നുള്ള കാര്യം അറിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ തന്നെയാണ് സ്കാനിങ്. ഈ ആത്മഹത്യ നടന്ന ദിവസം അന്ന് ഈ കെട്ടിടത്തിൽ നിന്ന് ചാടി മരിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് നിതിൻ രാജിനെ പ്രിൻസിപ്പൽ ഓഫീസിലേക്ക് വിളിപ്പിച്ചിരുന്നു. അത് വിദ്യാർത്ഥികൾ തന്നെ സമ്മതിക്കുന്നുമുണ്ട്. അതിനു മുൻപ് ക്ലാസ്സിൽ വെച്ച് ഈ റാം അധ്യാപകനുമായിട്ട് ചെറിയ വാക്കുതർക്കം ഉണ്ടാവുകയും അതിനുശേഷമാണ് നിതിനെ പ്രിൻസിപ്പൽ ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നത്. അതിനുശേഷം പ്രിൻസിപ്പൽ ഓഫീസിൽ ഈ പ്രിൻസിപ്പൽ വിനോദ് മോണി ഉൾപ്പെടെ കൂടാതെ വേറൊരു അധ്യാപകൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ പ്രിൻസിപ്പൽ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് നിതിൻ കരഞ്ഞുകൊണ്ടാണ് വന്നതെന്ന് ചില വിദ്യാർത്ഥികളും നേരത്തെ മൊഴി നൽകിയിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസ് ശേഖരിച്ചിരിക്കുന്നത്. നിർണായകമായിട്ടുള്ള ദൃശ്യങ്ങളാണ്. സ്വാഭാവികമായിട്ടും ഈ പ്രിൻസിപ്പൽ ഓഫീസിനകത്ത് വെച്ച് ഏതെങ്കിലും തരത്തിൽ നിതിന് മോശമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായോ എന്നുള്ളതാണ് പോലീസ് പരിശോധിക്കുന്നത്. ഇനി പ്രിൻസിപ്പലിന്റെ അടക്കം മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഈ പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്ന് ഇതിന് എന്തോ അനിഷ്ടമായ എന്തോ കാര്യം നടന്നെന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ഈ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്നത് കണ്ടതായിട്ട് നേരത്തെ ചില ദൃക്സാക്ഷികൾ പോലീസിന് മൊഴി നൽകിയിരുന്നു. നേരത്തെ ഇതിന് ശേഷമാണ് നിതിൻ ഈ മൊബൈൽ ഫോൺ ക്ലാസ് മുറിയിൽ വച്ചതിന് ശേഷം തൊട്ടപ്പുറത്തെ ആ കെട്ടിടത്തിന് മുകളിൽ കയറി ചാടി ആത്മഹത്യ ചെയ്യുന്നത്. നിർണായകമായിട്ടുള്ള ദൃശ്യമാണ്. നേരത്തെ പ്രിൻസിപ്പലിനോട് നമ്മൾ ആദ്യം സംസാരിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവമൊന്നും ഉണ്ടായില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പ്രിൻസിപ്പൽ ഓഫീസിലേക്ക് വിളിച്ചിട്ടില്ല എന്ന് പോലുമാണ് ഡോക്ടർ വിനോദ് മോണി പറഞ്ഞത്. പക്ഷേ അത് തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് ഈ ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങളും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.